അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അതായത് മസ്ജിദുൽ അഖ്സ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് 150-ലധികം വരുന്ന ഇസ്രായേലി പോലീസുകാരെ കടത്തിവിട്ടു. ബൈത്തുൽ മുഖദ്ദസ് പൊളിച്ചെടുക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ കോമ്പൗണ്ടിൽ ഒരു ജൂതന്മാർക്കുള്ള ഒരു ചർച്ച്, ഒരു പള്ളി പണിയുമെന്ന് കഴിഞ്ഞ വർഷം തന്നെ ഒരു പ്രമുഖ ജൂത നേതാവ് പ്രഖ്യാപിച്ചിരുന്നു. അത് തങ്ങളുടെ അവകാശമാണ്, തങ്ങളുടെ അധികാരമാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇതിനെതിരെ ഇതുവരെ അവർക്ക് പ്രതികരിക്കാൻ കഴിയാതിരുന്നത് ഒരു പക്ഷത്ത് ഇറാന്, അതുപോലെ ഹിസ്ബുള്ള, അതുപോലെ യമനിലെ ഹൂത്തികൾ തുടങ്ങിയ മറ്റുള്ളവർ ഷിയാക്കൾ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ആളുകളുടെ പ്രതിരോധമുണ്ടായിരുന്നത് കൊണ്ട് അൽ-ഖസ്സാം ബ്രിഗേഡിനും അതുപോലെ തന്നെ ഹമാസിനും അത്യാവശ്യ രീതിയിൽ ചെറുത്തു നിൽക്കാനും കഴിയുന്ന സാഹചര്യമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇതുവരെ ജൂതന്മാർക്ക് അത്തരത്തിലുള്ള മസ്ജിദുൽ അഖ്സ കോമ്പൗണ്ടിൽ കടന്നു കയറി അവിടെ ചർച്ചിനുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിയാതെ വന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 150-ലധികം വരുന്ന ഇസ്രായേലി പോലീസിനെ അങ്ങോട്ട് കടത്തിവിട്ടു എന്നും ഇനിയും നിരവധി ജൂതന്മാരെ അതിലേക്ക് കടത്തിവിടാൻ പോവുകയാണ് എന്നുമുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ, പണ്ട് കാലം മുതലേ അമേരിക്കയും ജൂതന്മാരും അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് മുനാഫിക്കുകളായി അവതരിക്കുകയും പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഖവാരിജുകൾ എന്ന പേരിൽ രംഗപ്രവേശനം ചെയ്യുകയും പിന്നീട് അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ തങ്ങൾ സലഫികളാണ്, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ, ഞങ്ങൾ തൗഹീദിൻ്റെ ആൾക്കാരാണ്, മറ്റുള്ളവർ ഖബർ പൂജകരാണ്, ഞങ്ങൾക്ക് അതില്ല ഇതില്ല, ഞങ്ങൾ ദീനിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ മൊത്തം മുനാഫിക്കിൻ്റെ കപട വിശ്വാസത്തിൻ്റെ കുത്തക പേറുന്ന നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുജാഹിദുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ചിലയിടത്ത് ഇവർ സലഫികൾ എന്ന പേരും ഉപയോഗിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ ശാപം ഈ കൂട്ടരുടെ മേൽ സദാ വർഷിക്കട്ടെ. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലുള്ള ഇവരുടെ വിശ്വാസ സംഹിത സ്വീകരിച്ചു കൊണ്ട് മുന്നേറുന്ന ഇന്നത്തെ ശപിക്കപ്പെട്ട സൗദി ഭരണകൂടം മാത്രമാണ് ഇതിന് ഉത്തരവാദി എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, ഈ ഇസ്രായേലുമായി അല്ലെങ്കിൽ ജൂതന്മാരുമായി അമേരിക്കയുമായി അന്തർധാര സജീവമാക്കി നിലനിർത്തുന്ന വൃത്തികെട്ടവന്മാരാണ് ഈ അബ്ദുൽ വഹാബിൻ്റെ പിന്മുറക്കാർ. ഇവരുടെ പള്ളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രയിലോ മറ്റോ മൂത്രമൊഴിച്ചിട്ട് കഴുകാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് പൈസ കൊടുക്കാതെ അത് ഉപയോഗിക്കാം എന്നല്ലാതെ മറ്റൊരു തരത്തിലും കാണാൻ നിർവാഹമില്ല. അങ്ങനെയുള്ള ഇവന്മാർ ജൂതന്മാരുമായും അമേരിക്കയുമായും ഇസ്രായേലുമായും വെച്ച് പുലർത്തുന്ന ബന്ധം എന്താണ് എന്ന് ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ്. അതായത് ഫലസ്തീൻ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇറാൻ്റെ നേതൃത്വത്തിൽ അറബികളെ എല്ലാ ഭരണാധികാരികളെയും വിളിച്ചുകൂട്ടി, സൗദിയിലേക്കാണ് വിളിച്ചുകൂട്ടിയേ. എന്നിട്ട് ഇറാൻ നേതൃത്വമായിരുന്ന അന്ന് ഇറാൻ്റെ പ്രസിഡൻറ്റ് ഇബ്രാഹിം റയീസി അന്ന് പറഞ്ഞു, ഇത് മുസ്ലിങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു അഭിമാന പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫലസ്തീൻ്റെ കൂടെ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് ഇസ്രായേലിന് ഇനി ഒരു രാജ്യവും എണ്ണ കൊടുക്കരുത്. നമ്മുടെ കടലിടുക്കിലൂടെയും നമ്മുടെ നാട്ടിലൂടെയുമാണ് അവർക്ക് എന്ത് ചെയ്യേണ്ടത്? ഭക്ഷണ സാധനങ്ങളും മറ്റ് ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് എത്താനുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളെന്ത് ചെയ്യരുത്? ഇവർക്ക്
ഇന്ധനമോ ഭക്ഷണമോ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഇബ്രാഹിം റൈസി പറഞ്ഞു. എല്ലാവരും ഓരോരുടെ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൗദി ഭരണാധികാരിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഒരു കോള്. ഇയാൾ ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എന്താന്ന് ഇയാളൊക്കെ വേഷം എന്നറിയണം. ഖാദിമുൽ ഹറമൈനി വ ഷരീഫൈൻ എന്നാ പറയുന്ന പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് പറഞ്ഞു പോകും. ഈ വൃത്തികെട്ടവൻ അവിടുന്ന് പറഞ്ഞു പോയി, അങ്ങനെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റൂല, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് അപലപിച്ചേക്കാൻ. അങ്ങനെ എന്ത് ചെയ്തു? ഇറാൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇസ്രായേലിന് ചോർത്തി കൊടുത്തു. അവരെന്ത് ചെയ്ത് ഘട്ടം ഘട്ടമായി ഇറാൻ്റെ പ്രസിഡൻറ്റിനെ കൊന്നു. ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറുള്ള അയാളെ കൊന്നു. അതുപോലെ തന്നെ ഹമാസിൻ്റെ പ്രമുഖ നേതാക്കന്മാരെല്ലാം കൊല്ലാൻ ഇവർ ഒത്താശ ചെയ്തു കൊടുത്തു. തീർന്നോ? എന്നിട്ട് ഇറാനെ മൊത്തത്തിൽ ആക്രമിക്കാനുള്ള ഒരു നടപടി ഉണ്ടായി. ഇറാൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇസ്മായിൽ ഹനിയെ പോലെയുള്ളവരെ കൊന്നു കളഞ്ഞത്. അതിന് പ്രതികാരമായി ഇറാൻ എന്ത് ചെയ്തു? മിസൈൽ തൊടുത്തു വിട്ടു. അതിവിടെ ആരാ തടഞ്ഞത്? ജോർഡാന്. ഈ ഭരണാധികാരികളൊക്കെ ആരാ? സലഫികൾ. ഇവർക്ക് മുസ്ലിങ്ങളെ കൊല്ലുന്നതിനുള്ള ന്യായം എന്താ? ഇതാണ് പണ്ട് ചൊയലി മൗലവി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വൃത്തികെട്ടവൻ, ഒരു വേട്ടാവളിയൻ, അയാളിങ്ങനെ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ കുറച്ച് പൊലമ്പൽ നടത്തി. എന്തും പറഞ്ഞിട്ട് ഇങ്ങനെ ഇസ്രായേൽ ബൈത്തുൽ മുഖദ്ദസിൽ കയറി നിരങ്ങണം, ഫലസ്തീനികൾ മൊത്തം കൊല്ലപ്പെടണം, ഇല്ലെങ്കിൽ ഇറാൻ ഷിയ വിഭാഗമാണ്, അവർ ലോകത്തിൻ്റെ അധികാരത്തിൽ വരും, അതൊരിക്കലും സംഭവിച്ചുകൂടാന്ന് പറഞ്ഞു. അന്ന് ഇവിടെയുള്ള സലഫികൾ എന്ന് പറയുന്ന മുജാഹിദിൻ്റെ ചില വേട്ടാവളിയന്മാർ മറ്റൊരു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത് അത് നമുക്ക് ബാധകമല്ല, ചുഴലി ദീനം ബാധിച്ചത് കൊണ്ട് അത്തും പിത്തുമായി പ്രാന്തായിപ്പോയി, വയസ്സനായിപ്പോയി, അതുകൊണ്ട് ചെന്നിക്കൊണക്കേട് കൊണ്ട് പറഞ്ഞതാണ്. ഈ സലഫിയൊക്കെല്ലാം മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു അസുഖമാണ് ചെന്നിക്കുത്ത്, ചെന്നി എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷയിൽ സന്നിവാദം എന്നാ പറയാം. അപ്പം മുജാഹിദിൻ്റെ മൂത്താപ്പന്മാർക്കും ഇളയോർക്കും വലിയോർക്കും എല്ലാം വരുന്ന ഒരു മാരക ക്യാൻസറാണ് ഈ ചെന്നിക്കുത്ത്, ചെന്നി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെന്നി ബാധിക്കുന്നത് എപ്പോഴാണെന്നറിയോ? സുന്നികളുമായിട്ട് എന്തെങ്കിലും മുഖത്ത് നോക്കിയിട്ട് വിഷയം പറയേണ്ടി വരുമ്പോൾ മാത്രമേ ഇവരെ ചെന്നി ഉണ്ടാവുള്ളൂ. അതുവരെ ബാക്കിയെല്ലാം ഭയങ്കര ജെൻറ്റിൽമാനാണ്, ഭയങ്കര വിവരമുള്ളവരാണ് എന്നൊക്കെയാണ് വെപ്പ്. സുന്നികളുമായിട്ട് എന്തെങ്കിലും ആശയ സംവാദം വരുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ബാധിക്കും ചെന്നി. അതുകൊണ്ട് ചെന്നി മൂത്തിട്ട് ചിലപ്പം ഭ്രാന്താവും. ചങ്ങലക്കിടുകയാണ് ഈ നായ്ക്കളെ നമ്മൾ ചെയ്യേണ്ടത്. കിലാബുള്ള അള്ളാൻ്റെ നായ്ക്കൾ എന്ന് വരെ ഇവരെ പറ്റി, അതായത് ഇവരെ സ്ഥാപിച്ച ആളുണ്ടല്ലോ അബ്ദുൽ വഹാബ്, അയാളുടെ ഒരു മൂത്ത സഹോദരനുണ്ടായിരുന്നു. അയാൾ എഴുതിയ പുസ്തകത്തിൽ തന്നെ ഇവരെ കിലാബുള്ള അള്ളാൻ്റെ നായ്ക്കൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ഇവരെ പറ്റി നായ്ക്കൾ എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടൊന്നും ആരും മനസ്സിലാക്കണ്ട. ആർക്കെങ്കിലുമൊക്കെ പൊള്ളുന്നുണ്ടെങ്കിൽ സഹിച്ചാളാ, അത്രേ പറയാനുള്ളൂ. ലോക മുസ്ലിങ്ങൾ ഏത് ചേരിയിലാണോ നിൽക്കുന്നത് അതിന് വിരുദ്ധമായി ജൂതൻ്റെ ചേരിയിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഇവർ ദീനിൻ്റെ ഏത് പുളിയാണ്ടന്മാരാണ്, ഏത് മറ്റേ മക്കളാണ് എന്ന് പറഞ്ഞാലും കിട്ടുന്നിടത്ത് കൈകാര്യം ചെയ്യണം. പറയേണ്ടത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ചില ചെറുക്കന്മാർ ഇവരെടുക്കെ പോയാൽ കഞ്ചാവ് കിട്ടും, മദ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവരുടെ പള്ളിയിലേക്കും അതുപോലെ ഇവരെ നേതാക്കന്മാരെ കൂടിയും നടക്കുന്നുണ്ട്. ഇവർ ഈ പണ്ട് പോക്കറ്റ് അടിക്കാരൻ്റെ കഥ കൊണ്ട് പറഞ്ഞതുപോലെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. സുന്നികളെ മക്കാമ് കേന്ദ്രീകരിച്ച് കഞ്ചാവും MDMA വിൽക്കുന്നുണ്ട്. ഇവരെ പള്ളികൾ കേന്ദ്രീകരിച്ച് ഈ പർദ്ദയിട്ട സ്ത്രീകൾ മുഖാന്തരാണ് മദ്യവും മയക്കുമരുന്നും കേരളത്തിൽ വിതരണം ചെയ്യുന്നത് എന്ന് ഇവിടുത്തെ നിയമപാലകർ മനസ്സിലാക്കണം, ചെക്ക് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മനസ്സിലാക്കണം. എന്നിട്ട് ഇപ്പം ജൂതന്മാർ ഇപ്പം ഇവിടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? അൽഹംദുലില്ലാ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾക്ക് ജൂതന്മാരടുത്തത് ഇനിയും വലിയ പൈസ കിട്ടും. കാരണം അമേരിക്കൻ ബാങ്കുകളിൽ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സൗദി ഭരണകൂടം. എന്ത് പറഞ്ഞിട്ട് അവരെ ഏറ്റവും വലിയ അമേരിക്കയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ സൗദിയാണ്. കാരണം സൗദിയിലത്തെ ജനങ്ങൾ അവർക്കെല്ലാം തന്നെ കാര്യബോധം വന്നിട്ടുണ്ട്. കാരണം ഇവർ ഇസ്ലാമിൻ്റെ പേരിൽ ഭരണം നടത്തുന്ന ഇവർ മുനാഫിക്കീങ്ങളാണ്, ഖവാർജികളാണ്, രക്തം ഹലാലായവരാണ്, കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ഇവരുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടായിട്ട് ആളുകൾ മാർച്ച് നടത്തും. എന്നിട്ട്
ഈ മുല്ലപ്പൂ വസന്തമൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ട്. അതുപോലെ ജനാധിപത്യ രൂപത്തിലേക്ക് ഭരണം അങ്ങ് അട്ടിമറിഞ്ഞ് പോകുമെന്ന് പേടിച്ചിട്ട് ഇപ്പം ഇസ്രായേലിന് ബൈത്തുൽ മുഖദ്ദസ് പോയാലും വേണ്ടിയില്ല. ഇനിയിപ്പോൾ അടുത്ത് പൊളിക്കാൻ പോകുന്ന കഅബയായിരിക്കും. നമ്മുടെ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞതാണ്. അത് ഈ സലഫികൾ മുഖാന്തരമായിരിക്കുമെന്ന് മുസ്ലിങ്ങളായ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട സമയമാണ് ഇത്. ഇവർ വേണോ വേണ്ടേ എന്ന് സുന്നികൾ തീരുമാനിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.